ഒരു വർഷം അല്ലാന്നുണ്ടെങ്കിൽ 10,000 കിലോമീറ്റർ നമ്മൾ ചെക്കിംഗ് വാറന്റി ഉണ്ടാവും. ഇഞ്ചിന്, ഗിയർ ബോക്സ്, AC കംപ്രസർ കാര്യങ്ങളൊക്കെ ഒരുവിധം സാധനങ്ങൾക്കൊക്കെ വാറന്റി ആയിരിക്കും. എല്ലാത്തിനും വാറന്റി ആയിരിക്കും. ടെൻഷൻ ഇല്ലാതെ വണ്ടി എടുക്കാം. ഇപ്പൊ നിങ്ങളിപ്പോ ഇതേ മോഡലുള്ള വണ്ടികൾ വേറെയും ഷോറൂമിൽ കിട്ടുന്നുണ്ടായിരിക്കും. ചിലപ്പോ എന്തെങ്കിലും ഒരു 10-30-40,000 ഡിഫറെന്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ലടാ. വണ്ടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി വണ്ടി തന്നെ എടുത്തോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല ഒരു ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ബൈബാക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു 6 മാസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് ഈ പ്രവാസികൾക്കാണ് അത് യൂസ് ചെയ്യാം. 6 മാസം വരെ ഒരു യൂസിങ് ഉള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ 6 മാസം കഴിഞ്ഞ് നമ്മൾ തന്നെ ഈ വണ്ടി സെയിൽ ചെയ്ത് കൊടുക്കും. നമ്മുടെ അടുത്ത് എടുത്ത വണ്ടി ഏകദേശം ഒരു 10,000-20,000 രൂപ കമ്മിയാക്കിയാണ് നമ്മൾ തന്നെ സെയിൽ ചെയ്ത് കൊടുക്കും. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിമനോഹരമായ നല്ല ക്വാളിറ്റി വണ്ടികൾ ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണറും കിട്ടുന്ന വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കിലോമീറ്റർ തിരിച്ച വണ്ടികൾ, അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് ആയ വണ്ടികൾ, ഫ്ലഡ് എഫക്റ്റ് ആയ വണ്ടികൾ, ഇങ്ങനെയുള്ള വണ്ടികൾ ഇവർ എടുക്കാറുമില്ല, വിൽക്കാറുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തു നിന്നും ഈ വീഡിയോ കാണുന്നവർക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണറും മാത്രമല്ല വേറെയും ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. റിച്ച് ടീമിന് പറ്റിയ ഓഡി, ബെൻസ്, BMW അങ്ങനെ വേറെയും കാറുകളുണ്ട്. അതുപോലെ തന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഓണ്ടന്റെ വണ്ടികളുണ്ട്. പിന്നെ ചെറുവണ്ടികളുണ്ട്, SUV ടൈപ്പ് വണ്ടികളുണ്ട്, സെഡാൻ വണ്ടികളുണ്ട്, എല്ലാത്തരം വാഹനങ്ങളുണ്ട്. മഹീന്ദ്രന്റെ താർ ഉണ്ട്. ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. ഇവിടുത്തെ ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഒരു സെയിൽസ്മാൻ ആണ്. അപ്പോ നമുക്ക് നേരെ മൂപ്പരുടെ അടുത്ത് പോവാം. മൂപ്പര് എന്നോടൊപ്പം ഉള്ളത് ഷമീമാണ്. ഷമീം എന്തൊക്കെയുണ്ട്? ഓക്കെ. മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇവിടെ? ഇവിടെ ഒരു 50 വണ്ടികളുണ്ട്. 50 വണ്ടികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണറും മാത്രമാണ്. കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെയാണ്? മലപ്പുറം പാണ്ടിക്കാട് എന്ന് പറയും. പാണ്ടിക്കാട് നമ്മുടെ മഞ്ചേരി റോഡിൽ ഇന്ത്യൻ ഓയിലിനോട് ചാരിയിട്ടുള്ള ഷോറൂം. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഈ ക്രിസ്റ്റ? ഏകദേശം ഒരു 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം 1-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാക്സിമം എത്ര പൈസ മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ക്രിസ്റ്റ? നമുക്ക് 12 ലക്ഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇന്നോവ നോക്കുകയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിലുള്ള കുറെ വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. നേരം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ല. ആദ്യമായിട്ട് നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി പരിചയപ്പെടാം. ഓട്ടോമാറ്റിക്. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2018 സെഡ് ഓട്ടോമാറ്റിക്. 2018 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പ് 63,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വെറും 63 ഓടിയിട്ടുള്ളൂ. 5,000 ഷോറൂം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെ. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് ഒറിജിനൽ കേരള അല്ല, NOC-ലാണ് നമ്മൾ. ഇത് NOC-ലാണ് വേണമെങ്കിൽ കൊടുക്കാം, നമ്പർ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം അല്ല. ഓക്കെ. വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനെയുള്ള വണ്ടി ഇവർ എടുക്കാറില്ല. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യട്ടോ. അത്രയും പക്ക മിയ വണ്ടിയാണ് ഇത്. നിങ്ങൾ എത്രയാണ് ആസ്ക്? നമ്മൾ 1790. നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 1790 NOC-ലാണ്. സെഡ് ഓട്ടോമാറ്റിക്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്, ജെനുവിൻ കിലോമീറ്റർ. ഇത് ഇപ്പൊ നമ്പർ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാ? ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപ ടാക്സ് വരും. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? G4 മാനുവൽ. G4 ആണ് ഓപ്ഷൻ വരുന്നത്. മാനുവൽ ആണ്. 2016 മോഡൽ. നമ്പർ ആയതുകൊണ്ട് KL53 നമ്പർ ആയതുകൊണ്ട്. ഓക്കെ. ഇത് നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ. റീവണ്ടിയാണ്, നമ്പർ ആയിട്ടുണ്ട്. പിന്നെ വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി വണ്ടി. ഇത് എത്ര ഓടിക്കുന്നത്? ഇത് 149. 149 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസിലാണ്. 10,000 സർവീസിലുള്ള കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. ഇതിനെത്ര നിങ്ങൾ? നമ്മൾ 1490 കൊടുക്കും. 1490 കൊടുക്കും. കസ്റ്റമർ വന്ന് ഇവിടെ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെ മാറ്റി കൊടുക്കും അല്ലെ? ഓക്കെ. വില കുറച്ച് തരും കേട്ടോ. വില ഫുള്ള് പൊട്ടിച്ചേരും. ഇവിടെ ഗ്രേ കളറിൽ വരുന്ന ഒരു ക്രിസ്റ്റ നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ ഗ്രേ. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2017 മോഡൽ. 2017 മോഡൽ. ഇത് ഓട്ടോമാറ്റിക് മാനുവൽ? ഓട്ടോമാറ്റിക് ആണ്. 68,000 കിലോമീറ്റർ. ഓപ്ഷൻ വരുന്നത് G4 ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ എത്ര? 68,000. വെറും 68 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് റീവണ്ടി അല്ലേ? NOC-ലാണ് നിൽക്കുന്നത്. നമ്പർ ആയിട്ടില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. വേറെ തട്ടുമുട്ടൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ആസ്ക്? ഇത് 14 ലക്ഷം. 14 ലക്ഷം രൂപ NOC-ൽ. 2017 വണ്ടി. നിങ്ങൾക്ക് NOC-ൽ വേണമെന്നുണ്ടെങ്കിൽ NOC-ൽ എടുക്കട്ടോ. 14 ലക്ഷം അല്ലേ പറഞ്ഞത്? അതെ, 14 ലക്ഷം. പിന്നെ നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ നമ്പർ ആക്കിയിട്ട് ഇവര് തരും. പിന്നെ അതിനുള്ള എക്സ്പെൻസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും കേട്ടോ. 2016 G4 നമ്പർ ആയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. 143 ഓട്ടം.
1,43,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് അങ്ങനെയുള്ള ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്പർ ആയപ്പോൾ ഓൾറെഡി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട്. ഓക്കെ, അവിടെ ഒരു ഓണർ ഇവിടെ ഒരു ഓണറാണ്, രണ്ടാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. ഇതിനെത്ര നിങ്ങൾ നമുക്ക് 16 ലക്ഷം രൂപ കൊടുക്കാം. 16 ലക്ഷം രൂപ കൊടുക്കാം. നമ്പർ ആയതുകൊണ്ട് G4 ഓട്ടോമാറ്റിക്. ഓക്കെ, നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട്. 16 ലക്ഷം രൂപ. ഇവിടെ ചോദ്യം മാത്രം കേട്ടോ, നിങ്ങൾ ഇവിടെ Type 3 കൺവേർട്ട് ഒക്കെ ചെയ്ത വണ്ടി. ഓക്കെ കൺവേർട്ട് ആക്കിയിട്ടുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെയും പൊട്ടിച്ചു കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. Type 2 കൺവേർട്ട് ആക്കിയിട്ടുള്ള ഒരു വണ്ടി നോക്കാം. ഇത് മോഡൽ എങ്ങനെയാണ്? 2017 മോഡൽ 18 റേസിന് ഉണ്ട്. ഇത് റീവണ്ടി അല്ലേ? ഓൾറെഡി നമ്പർ ആയിട്ടില്ല, NOC-ലാണ് നിൽക്കുന്നത്. എത്രയാണ് ഓടിയിട്ടുള്ളത്? ഇത് 1.36 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ അവിടെ ഒരേ ഓണറിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്പർ ആകുമ്പോൾ രണ്ടാമത്തെ ഓണർ ആവും കേട്ടോ. പിന്നെ വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്, കമ്പനി സർവീസ് വണ്ടിയാണ്. എത്രയാണ് ഓട്ടം പറഞ്ഞത്? ഇത് 1.36 ഓടിയിട്ടുള്ളത്. എത്രയാണ് ആസ്ക്? ഇത് 14.5 നമുക്ക് കൊടുക്കാം. 14.50. ഓക്കെ, ഇത് നമ്പർ ആക്കിയിട്ടില്ല. NOC 2018 വണ്ടി. ഓക്കെ, ഇത് മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. ഓക്കെ, അപ്പൊ ഇത് 2019 ഓപ്ഷൻ വരുന്നത് G4 മാനുവൽ വണ്ടിയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.79 ഓടിയിട്ടുണ്ട്. 1.79 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഉണ്ട്. കറക്റ്റ് സർവീസ് ഉള്ളത്. പിന്നെ സർവീസിന്റെ കാര്യങ്ങൾ പിന്നെ പറയണമെന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാ വണ്ടികൾക്കും കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടി തട്ടുമുട്ടൊന്നുമില്ല, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇതിനെത്ര ആസ്ക്? ഇത് 17.90, 17.25, 17.25 നമ്പർ ആക്കിയിട്ട്. നമ്പർ ആക്കിയിട്ട് 2019 വണ്ടി. ഓക്കെ, 2019 വണ്ടി 17.25 ചോദിച്ചിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 13 കേരള വണ്ടി. ഇത് ഒറിജിനൽ കേരള വണ്ടി. 2013 ഓപ്ഷൻ വരുന്നത് G4 എന്ന ഓപ്ഷൻ വരുന്നത് മാനുവൽ ആണ്. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഓടിയിട്ടുള്ളത്. ഇത് 1.89 ഓടിയിട്ടുണ്ട്. സർവീസ് കറക്റ്റ് ഓട്ടോ അല്ലേ? ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതിന് ടാസ്ക് ഇത് നമുക്ക് 7.90 കൊടുക്കാം. 7.90 കൊടുക്കും. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇത് എങ്ങനെയാണ് മോഡൽ? 2015 മോഡൽ 16 റേസ്. 15 മോഡൽ 16 റേസിനായിട്ടുള്ള. ഇത് കേരള വണ്ടിയാ? അല്ല, നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ടോ? 2.45 ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഏതാണ് ഓപ്ഷൻ വരുന്നത്? G4 മാനുവൽ വണ്ടിയാണ്. എത്ര ആസ്ക്? നമുക്ക് 9.90 കൊടുക്കാം. 9.90 കൊടുക്കാം. വില കുറച്ച്. ഓക്കെ, മോഡൽ എത്ര? 2015 മോഡൽ 16 റേസ്. ഓക്കെ, 15 മോഡൽ 16 റേസിനുണ്ട് കേട്ടോ. വില കുറച്ച് വരും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. ഇവിടെ ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ഇന്നോവ നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. എത്രയാണ് മോഡൽ? 2013 G4 ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.85 ഓടിയിട്ടുള്ളത്. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ഇത് എത്ര ആസ്ക്? ഇത് നമുക്ക് 7.4 കൊടുക്കാം. 7.4 വിറ്റിങ് കൊടുക്കാം. നമ്പർ ആയ വണ്ടി. അല്ല, അതിന് കുറച്ച് കൊടുക്കൂലേ? കൊടുക്കാം. ഓക്കെ, ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഇത് കേരള വണ്ടിയാ? റീ വണ്ടി. നമ്പർ ആയ വണ്ടി. നമ്പർ ഓൾറെഡി ആയിക്കണ്. റീ വണ്ടിയാണ്. എത്രയാണ് മോഡൽ വരുന്നത്? 2012 V ഓപ്ഷൻ വണ്ടി. V ആണ് ഓപ്ഷൻ വരുന്നത്. 12 മോഡലാണ്. എങ്ങനെയാണ് ഇത്? ഇത് 2.40 ഓടിയിട്ടുണ്ട്. 2.40 ഓടിയിട്ടുണ്ട്. പ്രൈസ് എത്രയാണ് വരുന്നത്? ഇത് നമുക്ക് 6.90 കൊടുക്കാം. 6.90 കൊടുക്കാം. 2012 V ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. G4 അല്ല, 6.90 അല്ലേ ചോദിച്ചാ? വില പിന്നെയും താത്തി തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. നല്ല കിളിക്കുഞ്ഞു പോലത്തെ പർപ്പിൾ കളർ, മുന്തിരി കളറാണ് വരുന്നത്. 2 പീസ് ഉണ്ടല്ലേ പർപ്പിൾ? 2 പീസ്. ഓക്കെ, ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2017 V ആണ് ഓപ്ഷൻ വരുന്നത്. G4 അല്ല. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 2,10,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഉള്ളത് അല്ലേ? ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ. V ഓപ്ഷൻ അല്ല, മാനുവൽ. മാനുവൽ വണ്ടിയാണ്. കേരള വണ്ടി അല്ലേ? അല്ല, നമ്പർ ആയ വണ്ടിയാണ്. ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 16.50 ഓക്കെ, നമ്പർ ആയ വണ്ടി. V ഓപ്ഷൻ വണ്ടി. നമ്പർ ആയ വണ്ടിയാണ്. 16.50 ചോദിച്ചത്. മോഡൽ എത്ര പറഞ്ഞാൽ? 2017. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കൂ. 16 ഒറിജിനൽ കേരള. 2016 ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഇത് ഓപ്ഷൻ ഏതാ? ഇത് G4 മാനുവൽ വണ്ടിയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.20 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് വണ്ടി. മേജർ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി അലുവ പോലത്തെ വണ്ടിയാണ് കേട്ടോ. എത്ര ചോദിച്ചോ? ഇത് 16.45 കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. 16.45 ചോദിച്ചിട്ടുണ്ട്. വില താത്തി കൊടുക്കൂല? വില ഫുള്ള് പൊട്ടിച്ചു തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കോട്ടോ. സിൽവർ കളർ, എല്ലാ കളറും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വേറെ എവിടെയും തപ്പണ്ട, നേരെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. എല്ലാ കളറും എല്ലാ ഓപ്ഷനും ഉണ്ട്. എല്ലാ G4 ഉണ്ട്, V ഉണ്ട്, Z ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ, എല്ലാ തരം വണ്ടികളുണ്ട്.
ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2017. 2017 ഓപ്ഷൻ വരുന്നത് സെഡ് ഓട്ടോമാറ്റിക്. സെഡ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. സെഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് കിലോമീറ്റർ ഒക്കെ? 1.36 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ഇതാസ്ക്? ഇത് 18. ഓക്കെ, നമ്പർ ആയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. അതെ, 1850 ആണ്. സെഡ് ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഇത് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വണ്ടി. സെഡ് ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെഡ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.43 ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഉള്ള വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ തിരിച്ച വണ്ടികളൊന്നല്ല, ഒക്കെ ജെനുവിൻ കിലോമീറ്റർ വണ്ടികളാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. നമ്പർ ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. ഇത് എത്ര ആസ്ക്? ഇത് 19 ലക്ഷം. 19 ലക്ഷം ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും, വില താത്തി കൊടുക്കും. അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കിക്കോളി. 19 വണ്ടി. 2019 ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു 3 പീസ് ഉണ്ട്. ഇത് 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് വണ്ടിയാണ്. ഇത് സെഡ് ഓട്ടോമാറ്റിക്കാ? G4 ഓട്ടോമാറ്റിക്. G4 GX. G4 ഉം GX ആയിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ചെറിയ മാറ്റങ്ങൾ. ഫോൾഡിംഗ് മിറർ ഇതൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ഇത് 2019. അല്ലല്ല, വില ഇത് 19,90 കൊടുക്കാം. 19,90 കൊടുക്കാം. 2019 GX ഓട്ടോമാറ്റിക്. അതിനേക്കാൾ കുറയൂലേ? നമുക്ക് സംസാരിച്ചു. ഓക്കെ, ഇവിടെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെയും കുറച്ച് തരും കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ക്രിസ്റ്റയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ വണ്ടിയാണ്. ഇത് എത്ര മോഡൽ? 2023 മോഡലാണ്. ഓട്ടം 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ഇപ്പൊ വരുന്നില്ല, മാനുവൽ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് 29. 29. ഓക്കെ, 29 ചോദിക്കുന്നുണ്ട്. ഓക്കെ, വേണ്ട പോലെ ചെയ്തു കേട്ടോ. ഇവിടെ ഒരു പുലിമുരുകനെ പരിചയപ്പെടാം. ഫോർച്യൂണർ ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ? 2017 മോഡൽ. 2017 മോഡലാണ്. 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 1,29,000. 1,20,000 ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ സർവീസ് ഉള്ളതാണ് അല്ലേ? ഓക്കെ, റീപ്ലേസ് എന്തൊന്നുമില്ല. എത്ര ആസ്ക്? ഇത് നമുക്ക് 32 ലക്ഷം രൂപ. 32. 4x4 ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും കട്ടിയായിട്ട് കുറച്ച് വില കട്ടിയായിട്ട് കുറച്ച് തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വീണ്ടും നമുക്കൊരു ഫോർച്യൂണർ നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? 2017 മോഡൽ തന്നെ, സെയിം മോഡൽ തന്നെ. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ച 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് പുറത്തുനിന്ന് വന്നുണ്ട്. UP. നിലവിലിപ്പോ നമ്പർ ആയിട്ടില്ല. NOC യിലാണ്. എടുക്കുന്ന പോലെ പേർക്ക് നമുക്ക് NOC എടുത്തു കൊടുക്കാം. NOC കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ NOC വേണമെങ്കിൽ കൊടുക്കും, നമ്പർ കൊടുക്കാം. ഞാൻ ചോദിക്കാൻ വേണ്ടി എന്താ വെച്ചാല്, ഇപ്പോ ഒരു കണ്ണൂരിന് ഒരു ടീം ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ കണ്ണൂർത്തെ നമ്പർ ആക്കി കൊടുക്കും. കണ്ണൂർ രജിസ്ട്രേഷൻ ആക്കി കൊടുക്കും. ഓക്കെ, ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ NOC വണ്ടികൾ നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും നമ്പർ ആക്കി തരും കേട്ടോ. ഇവിടെ NOC വണ്ടികൾ. ഇത് എത്ര ഓടിയിട്ടുള്ള? ഇത് 1.40 ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ ഓക്കെ, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ളത്. ഇനി നമ്പർ ആകുമ്പോൾ രണ്ടാമത്തെ ഓണർ ആവും. ഇതിന് എത്ര ആസ്ക്? നമ്മൾ 24,90 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഓക്കെ, കേരള വണ്ടി ഇവിടെ 4 പീസ് ഉണ്ട്. 5-6 പീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, കേരള വണ്ടികൾ. അപ്പൊ ഈ ഒരു വണ്ടി കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ വിളിച്ചാൽ മതി. ഇത് എങ്ങനെയാണ്? 2019 ഓപ്ഷൻ വരുന്നത് വി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ആകെ 47,000. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ഒന്നുമില്ല, നല്ല ഹൈ ക്വാളിറ്റി അലുവ പോലത്തെ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമുക്ക് 22 ലക്ഷം രൂപ കൊടുക്കാം, കേരള വണ്ടി. 22 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഒറിജിനൽ കേരള വണ്ടിയാണ്. വില താത്തി തരും കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.